കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചരടുവലികൾക്ക് പിന്നിൽ എല്ലാം ഒരൊറ്റ ഉദ്യോഗസ്ഥന്റെ പേര്. കെ മുരളീധരൻ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ്. പത്മജ വേണുഗോപാലനെ BJPയിൽ എത്തിക്കുന്നതിൽ ഇടനിലക്കാരനായത് മുൻ DGP ലോക്നാഥ് ബെഹ്റ എന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പ്രമുഖ മാധ്യമത്തിന്റെ പ്രത്യേക പരിപാടിയിലാണ് കെ മുരളീധരന്റെ വെളിപ്പെടുത്തൽ. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ബെഹ്റയ്ക്ക് അന്നു മുതൽ കുടുംബവുമായും പത്മജയുമായും നല്ല ബന്ധമുണ്ട്. നരേന്ദ്രമോദിയുമായും പിണറായിയുമായും നല്ല ബന്ധമുള്ള ബെഹ്റയാണ് BJPക്കായി ചരട് വലിച്ചതെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. നേമത്തെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതു മുതൽ BJPക്ക് തന്നോട് പകയെന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്മജയെ പാളയത്തിൽ എത്തിച്ചത് വഴി ആ കണക്ക് തീർക്കാനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ പത്മജ പ്രചാരണ രംഗത്തിറങ്ങിയാൽ കോൺഗ്രസിന് ജോലി എളുപ്പമാകുമെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം പത്മജയുടെ BJP പ്രവേശനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നതിൽ ഏറ്റവും സന്തോഷം CPM നേതാക്കൾക്കാണെന്ന് VD സതീശനും പറഞ്ഞിരുന്നു. പത്മജ വേണുഗോപാൽ BJPയിൽ എത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് താനാണെന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ഉന്നയിച്ചത് നിഷേധിച്ച് മുൻ DGPയും കൊച്ചി മെട്രോ MDയുമായ ലോക്നാഥ് ബെഹ്റ. കൊച്ചിയിലുള്ള മുൻ IPS ഉദ്യോഗസ്ഥനാണ് പത്മജയുടെ BJP പ്രവേശനത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നാണ് VD സതീശൻ ആരോപിച്ചത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. തനിക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല, കൂടുതൽ ഒന്നും പറയാനില്ലെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നതിൽ ഏറ്റവും സന്തോഷം CPM നേതാക്കൾക്കാണെന്നും സതീശൻ വിമർശിച്ചിരുന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം CPMഉം BJPയും തമ്മിലാണെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞതും സതീശൻ ചൂണ്ടിക്കാട്ടി. അതേസമയം തന്റെ BJP പ്രവേശനത്തിൽ ആരും ഇടനില നിന്നിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇതിനിടെ ആര് ഇടനില നിന്നാലും കരുണാകരന്റെ മകൾ BJPയിൽ പോകാൻ പാടുണ്ടോ, മുരളി പോകുമോ എന്ന ചോദ്യവുമായി ബെഹ്റ ആരോപണത്തിൽ MV ജയരാജനും നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. പത്മജ വേണുഗോപാലന്റെ BJP പ്രവേശനത്തിന് പിന്നിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണെന്ന കെ മുരളീധരന്റെ വെളിപ്പെടുത്തലിൽ നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആര് ഇടനില നിന്നാലും കരുണാകരന്റെ മകൾ BJPയിൽ പോകാൻ പാടുണ്ടോ എന്ന് ജയരാജൻ ചോദിച്ചു. വ്യക്തിയുടെ ഇടപെടലുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. ആരെങ്കിലും പറഞ്ഞെന്ന പേരിൽ പത്മജ BJPയിൽ പോകാൻ പാടുണ്ടോ? ബെഹ്റയേക്കാൾ വലിയൊരാൾ പറഞ്ഞാൽ BJP മുരളിയിൽ പോകുമോ എന്നും ജയരാജൻ ചോദിച്ചു. കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ പ്രത്യേകതയില്ല. 5 വർഷം MPയുടെ സാന്നിധ്യം കണ്ണൂരിൽ ഉണ്ടായില്ലെന്നും ജയരാജൻ ആരോപിച്ചു.